ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഷംറീന ഷെറീൻ. ഞാൻ ഷീസ്കില്ലിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനറാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പൈപ്പ് ക്ലീനർ എന്നിട്ടുള്ള ഒരു മെറ്റീരിയലിനെയാണ്. അപ്പോൾ പൈപ്പ് ക്ലീനറിനെ കൊണ്ട് ഒരു ഫ്ലവർ വേസുമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മെറ്റീരിയൽസ് ഒന്ന് കണ്ടാലോ. ഇതാണ് പൈപ്പ് ക്ലീനർ. ഗമ്മ്, ഒരു കത്രിക അല്ലെങ്കിൽ ഒരു കട്ടർ. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒരു റോളാണ്. അതായത് ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഉരുണ്ട സൈസ് ഒരു സാധനം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു പെന്നാണ്. നമുക്ക് ഏത് സൈസിലാണോ ഫ്ലവർ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കുള്ള മെറ്റീരിയൽ നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവറാണ് നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു പെൻ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പ് ക്ലീനർ ഒന്നെടുക്കാം. പൈപ്പ് ക്ലീനർ പല സൈസിലും പല കളറിലും ലഭ്യമാണ്. അപ്പോൾ ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ പെന്നിനോടൊന്ന് ചേർത്ത് പിടിച്ച് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ഇതളുകളാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ ആ റോള് ചെയ്തുകൊണ്ടേയിരിക്കാൻ. ഇപ്പം ഞാനൊരു ഏകദേശം ഒരു 6 ഇതളുള്ള ഒരു ഫ്ലവർ ആക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിൽ 6 പ്രാവശ്യമാണ് ഈ പൈപ്പ് ക്ലീനർ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് മെല്ലെ ഉരിയെടുക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് ഉണ്ടാവുക. ആ പൈപ്പ് ക്ലീനറിൻ്റെ ഉള്ളിൽ കമ്പിയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് പിടിക്കുക. അതായത് 6 റോളും ഒന്നിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, ആ ഹോൾസിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ മറ്റേ അറ്റം, ലോങ് കൂടുതലുള്ള അറ്റം അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് പുറത്തേക്കിടുക. അപ്പോൾ എന്ത് സംഭവിച്ചു, 2 അറ്റവും ഒരു ഭാഗത്തായി. ആ 2 അറ്റവും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യണം, കഴിഞ്ഞു പോകാൻ പാടില്ല. കമ്പി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യാനും പറ്റും. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യുക, ഓരോന്നാക്കിയിട്ട് വേർതിരിച്ചിരിക്കുക. നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ചെടുക്കുക. അപ്പോൾ നമുക്കെന്ത് ചെയ്യും, 6 റൗണ്ടുകൾ കിട്ടും. അതിനെ ഓരോന്നിനെയും എടുത്ത്, ആ 6-ൽ ഓരോന്നിനെയും എടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതായത് 6 റൗണ്ടായിട്ടാണ് ഉണ്ടാവുക. അതൊന്ന് പരത്തി വെക്കുക. ട്വിസ്റ്റ് ചെയ്തിട്ട് 6 എണ്ണവും ഒന്ന് പരത്തി വെക്കുക. അപ്പോൾ അത് 6 പരന്ന് വരുമ്പോൾ എന്താവും, 6 ഇതളുകളായിട്ട് അത് മാറും. കണ്ടോ, 6 എണ്ണം നമ്മൾ ട്വിസ്റ്റ് ചെയ്തപ്പോൾ അതൊരു 6 ഇതളുകളായിട്ട് വന്നു. ഇനി എന്ത് ചെയ്യാം, അതിൻ്റെ അടിയിലുണ്ടാവുമല്ലോ ഒരു ഭാഗം, അത് നമുക്കതിൻ്റെ നടുഭാഗത്തേക്കാക്കിയിട്ട് ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലവറിൻ്റെ തണ്ടും വന്നു, ഫ്ലവറിൻ്റെ ഇതളും വന്നു. ഇനി അതൊരു ഫ്ലവറായിട്ട് ഫീൽ ചെയ്യാൻ നമ്മളെന്ത് ചെയ്യുക, അതൊന്ന് ഉള്ളിലേക്കൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഫ്ലവറിൻ്റെ എല്ലാത്തിൻ്റെയും നടുഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓരോ ഇതളും ഒന്ന് മുകളിലോട്ടേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നടുഭാഗം കുഴിഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ എന്തായി, നമുക്കൊരു ഫ്ലവറായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇനി ഏതൊരു ഫ്ലവറിൻ്റെയും മിഡിൽ സൈസ് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കളർ ചേഞ്ച്. അതിനെന്ത് ചെയ്യാം, ഈ യെല്ലോൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അധികമൊന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് റൗണ്ടാക്കിയെടുക്കുക. ആ ചെറിയൊരു റൗണ്ട് ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ വെക്കുന്ന രീതിയിലുള്ള ഒരു റൗണ്ട് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ഒരു മുത്തിൻ്റെ ഒരു രീതിയിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇനി അതിന് നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ഒന്ന് ഗം ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അത് ഗം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്തായി, ഒരു ഫ്ലവറായിട്ട് കിട്ടി. ഇനി ഈ ഫ്ലവറിൻ്റെ തണ്ട് നമ്മൾ റെഡ് കളറിലാണുള്ളത് അല്ലേ? അപ്പോൾ ഏതൊരു ഫ്ലവറിൻ്റെയും തണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രീൻ കളറിലേക്ക് മാറ്റണം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തന്നെ ഗ്രീൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ റോൾ ചെയ്ത് കൊടുക്കാം. ആ എൻഡ് കാണാത്ത വിധത്തിൽ ആദ്യം ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതായത് ഫ്ലവറിൻ്റെ ആ എൻഡ് ഭാഗം ആ ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ റെഡ് അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ റെഡ് കാണാത്ത വിധത്തിൽ ഗ്രീൻ പൈപ്പിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അത് ഈ ഒരു പൈപ്പ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് അത് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഫ്ലവറിന് നമുക്കൊരു ലീഫ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ഗ്രീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനെ രണ്ടാക്കി മടക്കി, ഒരു പൈപ്പ് ക്ലീനറിന് രണ്ടാക്കി മടക്കി അതിനെ വീണ്ടും മടക്കിയെടുത്തു. അപ്പോൾ ലീഫ് എന്തായാലും ഈ ഒരു ഇതുള്ള ലീഫിൻ്റെ ചെറിയതാണ് നമുക്ക് ലീഫ് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ 4 കട്ട് ചെയ്ത് ഞാൻ ആദ്യം എടുത്ത് വെച്ചതാണ് ഈ ഒരു പീസസ്. ഇതിനെന്ത് ചെയ്യാം, നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യാം. കഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻഡ് ഉണ്ടാവുമല്ലോ, ആ എൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് എൻഡ് നന്നായിട്ട് പരന്നിട്ടുണ്ടാവുക. ലീഫിൻ്റെ എൻഡ് ഒരു കൂർത്തതുപോലെ ആക്കിയിട്ട് നമുക്കവിടെ എൻഡ് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫ്ലവറുമായിട്ട് ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഗ്രീൻ പൈപ്പ് എടുത്തിട്ട് അതിന് ചുറ്റുമാണ്. എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലവറുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൈപ്പിനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ എൻഡ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ കവറിങ് അല്ലാത്ത ഒരു ലീഫും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലീഫ് നമുക്ക് 2 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ 2 മടക്കിയിട്ട് ചെയ്യുന്നു, മറ്റൊന്ന് ഒറ്റൊന്ന് മാത്രം. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലീഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേണ്ടോ, ഒന്ന് മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കാലിയായിരിക്കും, ഫില്ലിംഗ് ആയിരിക്കില്ല. എൻഡൊന്ന് പ്രസ് ചെയ്തിട്ട് നടുഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ, ലീഫിൻ്റെ ആകൃതി കിട്ടും, പക്ഷെങ്കിൽ ഫില്ലിംഗ് ആയിരിക്കില്ല എന്ന് മാത്രം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണിത്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലവർ വേസിലിട്ട് വെക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഫ്ലവർ വേസ്